നീതിന്യായ വ്യവസ്ഥ രാജ്യത്ത് അട്ടിമറിക്കപ്പെടുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയണം. എന്നാൽ ഇവിടെ പല സ്വാതന്ത്ര്യവും ജനിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യം അപകടപ്പെടുത്തുന്ന നീക്കം രാജ്യത്ത് ഉയർന്നു വരുന്നുവെന്നും രാജ്യത്തിന്റെ ഐക്യവും ഒരുമയും അപകടപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സംരക്ഷിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. അതിൻ്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകേണ്ടതാണ്. പക്ഷേ ഇവിടെ പല സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു. ഭരണകൂടത്തിന് തലപ്പത്തിരിക്കുന്നവർക്ക് ഹിതമാകുന്ന തരത്തിലുള്ള നിലപാടേ, അത് വിശ്വാസമായാലും അഭിപ്രായമായാലും എല്ലാം വെച്ചു പുലർത്താൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നിടത്തേക്ക് എത്തുന്നു. വിജിൻ പായന്തോടുണ്ട കൂടുതൽ വിശദാംശങ്ങളുമായി. വിജിൻ, എന്ന മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണിത്? കീർത്തി, തീർച്ചയായും മുഖ്യമന്ത്രി രാജ്യത്ത് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ, വർഗീയ നിലപാടുകൾക്കെതിരെ, മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ഒക്കെ കൃത്യമായ നിലപാട് വിശദീകരിച്ചുകൊണ്ടാണ് 1 മണിക്കൂർ നീണ്ട പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയത്. ഒപ്പം തന്നെ അത്തരം നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായി ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് ഇതിനെതിരെ ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും മുഖ്യമന്ത്രി ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിപ്പിച്ചത് UDF എംപിമാരെയാണ്. 19 എംപിമാരും UDFിൻ്റേതായിരുന്നു. എന്നാൽ അന്ന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്ന ഒരു വിശ്വാസമായിരുന്നു, മോദിയെ താഴെ ഇറക്കണം എന്ന വിശ്വാസമായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് 19 എംപിമാരെയും UDFിൻ്റെ എംപിമാരെ വിജയിപ്പിച്ചു വിട്ടത്. LDFിനോടുള്ള വിരോധം കൊണ്ടായിരുന്നില്ല അത്. എന്നാൽ ആ വിശ്വാസ്യത നിലനിർത്താൻ UDFിൻ്റെ എംപിമാർക്ക് കഴിഞ്ഞില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയും പാർലമെൻറ്റിൽ ശബ്ദമുയർത്താത്ത എംപിമാരായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യം അപകടാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പോലും ഈ എംപിമാർ തയ്യാറായിരുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDFിനെ വിജയിപ്പിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ചില വിഷയങ്ങളിൽ നിലവിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് MP ആയിട്ടുള്ള ശശി തരൂർ എടുത്ത നിലപാടിനെയും മുഖ്യമന്ത്രി വിമർശിക്കുന്നു. പാലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനെ പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളായിരിക്കില്ല പന്ന്യൻ രവീന്ദ്രൻ എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മോദിയെയും BJPയെയും സ്തുതിക്കുന്ന നിലപാട് പന്ന്യൻ രവീന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പറയുകയാണ്. എന്തായാലും കൃത്യമായി കോൺഗ്രസിനും BJPക്കും എതിരായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഒക്കെ മുഖ്യമന്ത്രി സ്വീകരിച്ച അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി